നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ വെല്ലുവിളിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒടുവിൽ കീഴടങ്ങാൻ തയ്യാറായി. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ ഒടുവിൽ സെലൻസ്കി കീഴടങ്ങുന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായ യുക്രൈൻ്റെ ധാതു സമ്പത്തിൻ്റെ 50% അമേരിക്കയ്ക്ക് നൽകണം എന്ന ആവശ്യം ഇപ്പോൾ പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് സെലൻസ്കി. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സെലൻസ്കി പറഞ്ഞത് തൻ്റെ രാജ്യത്തെ വിൽക്കാൻ തനിക്ക് ഉദ്ദേശമില്ല എന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതാണ് തൻ്റെ ജോലി എന്നുമായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് നിലപാട് ശക്തമാക്കിയിരുന്നു. ഇലോൺ മസ്ക് അതിരൂക്ഷമായ വിമർശന രംഗത്തെത്തിയിരുന്നു. കൂടാതെ ട്രംപ് കഴിഞ്ഞ ദിവസം സെലൻസ്കിയെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ തങ്ങളെ പങ്കെടുപ്പിക്കാത്തതിൽ സെലൻസ്കി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അവിടെ എന്തെങ്കിലും തീരുമാനമെടുത്താൽ താൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കുകയില്ല എന്നും സെലൻസ്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ട്രംപിൻ്റെ വിരട്ടൽ തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് കരുതപ്പെടുന്നത്. യുക്രൈന് അമേരിക്ക നൽകി വരുന്ന മുഴുവൻ സഹായവും നിർത്തിവയ്ക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പിണക്കം നേടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സെലൻസ്കി കീഴടങ്ങി ഒപ്പുവയ്ക്കാൻ തയ്യാറായിരിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഇത് സംബന്ധിച്ചുള്ള രേഖകളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ഒപ്പുവയ്ക്കും എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ മ്യൂണിക്കിൽ നടന്ന സംഭാഷണങ്ങളിൽ സെലൻസ്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് തന്നെ പലപ്പോഴും വൈകിയെത്തിയ സെലൻസ്കിയുടെ നടപടിയെയും അമേരിക്ക വിമർശിച്ചിരുന്നു. ഏതായാലും സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലം കീഴടങ്ങുന്നതാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. അതല്ലെങ്കിൽ മറ്റ് പലരുടെയും ശത്രുത കൂടി താൻ നേരിടേണ്ടി വരും എന്ന വാസ്തവം അദ്ദേഹം മനസ്സിലാക്കുന്നു. മാത്രമല്ല സ്വന്തം രാജ്യത്തിനുണ്ടായ വൻതോതിലുള്ള സാമ്പത്തിക തകർച്ചയും സൈനികർ കൊല്ലപ്പെട്ടതിനുമൊക്കെ തന്നെ ജനങ്ങളോട് താൻ ഉത്തരം പറയേണ്ടി വരും എന്നും സെലൻസ്കിക്ക് നന്നായിട്ടറിയാം. അതിനിടെ റഷ്യ യുക്രൈനു മേൽ തങ്ങൾ വിജയം നേടി എന്നതിൻ്റെ വിജയപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ്. വരുന്ന തിങ്കളാഴ്ചയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 3 വർഷം പൂർത്തിയാകുന്നത്. ഈ ദിവസം വിജയപ്രഖ്യാപനം നടത്താനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സെലൻസ്കി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നും ട്രംപിൻ്റെ വിരോധം സംഭവിച്ചതോടുകൂടി സെലൻസ്കി മൊത്തത്തിൽ കീഴടങ്ങിയ ഒരവസ്ഥയിൽ നിൽക്കുകയാണെന്നും നന്നായി മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പുടിൻ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത്. 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്ക് നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും യുക്രൈൻ്റെ പല മേഖലകളും ഏതാണ്ട് 5ഓളം പ്രധാനപ്പെട്ട മേഖലകൾ റഷ്യ പിടിച്ചെടുത്തിരുന്നു. ഇവ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ഇനി തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണ് റഷ്യ. ട്രംപും ഇപ്പോൾ പൂർണ്ണമായും പുടിനെ പിന്താങ്ങുന്ന ഒരവസ്ഥയിൽ സെലൻസ്കിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അമേരിക്ക പറയുന്ന സ്ഥലത്ത് ഇനി ഒപ്പിടുക മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുട ഉപേക്ഷിച്ച് ഇപ്പോൾ സെലൻസ്കി ട്രംപിൻ്റെ മുന്നിൽ നിരായുധനായി തന്നെ കീഴടങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്.